So I am going back to India, and this time I was here for almost a year. Worked in a place that taught me a lot of things, good and bad. Um, and I'm just this time I'm just excited. If you are consistently, if you are someone who has been following me on my um, socials, you would have known about me quitting my job and just starting new. Um, about a lot of exciting things that I've been doing recently, from starting to write a book, from starting to see how much my brain is able to explore. എൻ്റെ വ്ളോഗിൽ ഐ ഡോണ്ട് ടോക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് ഐ എം സോറി സി ഞാൻ എന്തിനാണ് എൻ്റെ സോഷ്യൽസിലൊക്കെ ഇംഗ്ലീഷും മലയാളവും ഇങ്ങനെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നത്. ഐ ഹാഡ് ദ പ്രിവിലേജ്, ഐ ഹാഡ് ദ ബ്ലെസ്സിങ്, I had the ultimate blessing given by my parents and my loved ones, where I got the exposure to go and study in different places like Chennai and work in Bangalore and now in Dubai. So, me being me, I'll go around talking to a lot of people, and I have a lot of different friends from different nationalities. Apo, I have to end up, like talking in different language. I mean, like, sorry, I have to end up talking in English so that different language people can actually connect, because a lot of them have asked me to can you speak in English so that we can also understand what you're saying. So that makes me want to stick with English. Um, yeah. Paksha, let me just open up that in most of my vlogs, I don't honestly keep up with that, because I feel like for me to be me and just free and myself, മലയാളത്തിൽ സംസാരിക്കണം ബ്രോ. അപ്പോൾ സംസാരിച്ച് പോകും. It everyone is like comment below, like നമ്മുടെ ട്രൂവർ സെൽഫ് ആണ് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ഞാൻ കൂടുതലും മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദുബായിൽ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും മേൽ പോകാനിരുന്നതാ. കാരണം ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് നടക്കാൻ പോവാണ് എൻ്റെ ഫാമിലിയിൽ, ഫോർ വിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം going to India in the month of May was already planned, right? And ആ പ്ലാന് എന്തുകൊണ്ട് ലീവിങ് ദുബായ് ആയതെന്ന് വെച്ചാൽ വെരി സൂൺ, ഐ മീൻ പെട്ടെന്ന് എന്താ എടുത്ത തീരുമാനമല്ല. കുറച്ച് ഞാൻ ചിന്തിച്ചിട്ട് എടുത്ത തീരുമാനമാണ്, ഇമ്പൾസീവായിട്ട് എടുത്ത തീരുമാനമല്ല. ചിന്തിച്ചു ആസ് എൻ ഐ ഓൾവേസ് ഗോ വിത്ത് മൈ ഗട്ട്. പക്ഷേ this time it just felt a little easier to choose this. ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്ത്, എനിക്കങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തില്ലായിരുന്നു. കാരണം ഐ വാസ് ലൈക്ക് എന്തോ ഒരു ക്ലാരിറ്റി വന്ന പോലെ. സോ എന്തായാലും ദുബായിൽ നിന്ന് നാട്ടിൽ പോകണമായിരുന്നു. ഒരു 1 month വെക്കേഷന് പോകാമെന്ന് വിചാരിച്ചു. 1 year ആയി ഓൾമോസ്റ്റ്. 1 month വെക്കേഷൻ ഡിസേർവ് ചെയ്യും അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് നമ്മുടെ ദുബായിൽ വാർ തുടങ്ങുന്നതും എന്താ ഇവിടെ കുറേ വാർ ഇഷ്യൂസ് വന്നതും. പ്രൈവറ്റ് സെക്ടർ വർക്കിൽ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് വർക്ക് സെക്യൂരിറ്റി കുറഞ്ഞു. നമ്മുടെ വർക്ക് സെക്യൂരിറ്റി കുറഞ്ഞു. വർക്ക് ഉണ്ടാകുമോ, വർക്ക് പോകുമോ എന്നുള്ള കുറേ ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങി. സാലറി തരില്ല, സാലറി കട്ടാകും എന്നുള്ള ഡിസിഷൻസ് കൂടി. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുബായ് വിടണം എന്നുള്ള ഒരു
എൻഡ് പോയിന്റ് ഡിസിഷനിൽ ഞാൻ വരേണ്ടി വന്നു. കാരണം എനിക്ക് 2 മാസത്തിൽ ഞാൻ 30 വയസ്സാവും. എനിക്ക് ഇന്ന ഇന്ന രീതിയിൽ ടാലൻസ് അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ എനിക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സൊസൈറ്റി വെൻ ഐ സേ എൻ്റെ കഴിവ് ബെനിഫിറ്റ് ആകുന്ന സെക്ടറിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ ഐ വാസ് ലൈക്ക് ഐ നീഡ് ടു ഗിവ് എ ചാൻസ് ഫോർ മൈ സെൽഫ്. എപ്പോഴും ഈവൻ ദിസ് വ്ളോഗ് തുടങ്ങും നിർത്തും എല്ലാം നിർത്തുന്നത് എന്തോ ഒരു ഉള്ളിൽ സെൽഫ് ഡൗട്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ലൈക്ക് ഐ നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സംതിങ് എന്നുള്ളൊരു ചിന്ത വരുമ്പം നിർത്തും. പക്ഷെ പിന്നീട് അത് കുറേ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഐ നോ ഐ വിൽ ബി എന്താ പറയുക, കുറേ വീട്ടിലാണ്ട് ആവട്ടെ എല്ലാവർക്കും ഇത് ഞാൻ അവരെ വെറുപ്പിക്കാൻ പോകാമെന്ന് എനിക്ക് നല്ല തെളിവോടെ ഞാൻ എടുത്ത ഡിസിഷനാണ്. ഐ നീഡ് ടു എക്സ്പ്ലോർ ഫ്യൂ തിങ്സ് റൈറ്റ് നൗ വെൻ ഇറ്റ് കംസ് ടു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. എനിക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റോറീസ് പുറത്ത് കൊണ്ടുവരാം, എനിക്ക് പറ്റുന്ന രീതിയിൽ എക്സ്പീരിയൻസസ് പുറത്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഐ നീഡ് ടു ഗിവ് മൈ സെൽഫ് ചാൻസ് ആൻഡ് ക്രെഡിറ്റ് for what I can do. So as I was saying, what I feel, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ടൈമായി. 30 വയസ്സിലോട്ട് കടക്കാണ്. എൻ്റെ പേടിയല്ല, എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഐ ഫീൽ ലൈക്ക് ടൈമായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഞാനിപ്പോൾ ഇച്ചിരി സ്ലോ പേസിലാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായിരിക്കില്ല നമ്മുടെ എനർജി ഹാപ്പി വൈബ്സ് ആയിരിക്കും. ഇറ്റ് വിൽ ബി മോർ ഓഫ് മീ അഗൈൻ. ഐ നോ കുറേ പേരൊന്നുമല്ല, കുറച്ച് പേര് കാണുന്നവർക്കൊക്കെ വ്ളോഗ്സ് ഇഷ്ടമാണെന്നറിയാം. ആൻഡ് ദേ ആസ്ക് മീ വൈ ആർ യു നോട്ട് മേക്കിംഗ് വ്ളോഗ്. ഇതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ലൈക്ക് whenever someone has come up and asked me why are you not posting anything എന്ന് ചോദിക്കുമ്പോൾ ഐ എം ലൈക്ക്, എന്നോട് തന്നെ ഞാൻ ചോദിക്കുക, ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, ഞാൻ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി അങ്ങനെ നിൽക്കുന്നില്ല. ഇഫ് പീപ്പിൾ അറ്റ്ലീസ്റ്റ് 10 people are liking it, അത് എന്തുകൊണ്ട് ഞാൻ പെർസ്യൂ ചെയ്യുന്നില്ല. See, I want to say something. ഞാനൊരു കാര്യം പറയാം. ഞാനിത് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവാനോ ഫേമസ് ആവാനോ എല്ലാവരെയും പോലെ രക്ഷപ്പെട്ട് കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനോ അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ആ ഒരു മൂഡ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ ചെയ്യണം. പക്ഷെ ഞാനത് ഒരിക്കലും ഒരു സെൽഫിഷായിട്ട് എനിക്ക് കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് ഫേമസ് ആയിട്ട് ഇൻഫ്ലുവൻസർ ആകണം എന്നുള്ളൊരു ചിന്തയിലോട്ട് ഞാൻ പോകാത്തത് ഇറ്റ് ഈസ് ബിക്കോസ് ഇത് എനിക്ക് പാഷനാണ്. ടു ക്രിയേറ്റ് വീഡിയോസ്, ടു ഡു സ്റ്റോറി ടെല്ലിങ്, ഒരു കഥ നിങ്ങളിലോട്ട് എത്തിക്കുക. ഒരു ദിവസം നടന്ന കാര്യം നിങ്ങളിലോട്ട് എത്തിക്കുക എന്ന് ഉള്ള കാര്യം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ് ഫോർ മീ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് for me, all the other things are the byproducts that I don't want to deny. I'm done denying the byproducts എന്ന് വെച്ചാൽ അതിൽ വരുന്ന ഫെയിമോ അതിൽ വരുന്ന മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ അതിൽ വരുന്ന വ്യൂസോ റീച്ചോ അതൊന്നും ഞാൻ ഡിനൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനി തൊട്ട്. So this time I'm gonna stand up for myself. Yeah. Having said that, ഞാനിങ്ങനെ ക്രൗഡ് പ്ലേസിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ പോലും എടുക്കുന്ന ആളല്ല. ഒറ്റയ്ക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കുന്ന ആളാണ്. പക്ഷെ ഇന്ന് people are looking at me and I don't see them anymore. So yes, കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. ആരുടെയും ഹെൽപ്പോ ആരെങ്കിലും വീഡിയോയിൽ വന്നാൽ മാത്രം വീഡിയോ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി അങ്ങ് കുറച്ച് ഡെയിലി ലൈഫും
ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ വെച്ച് അത് ചെയ്യുന്നുണ്ടായിരുന്നു, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നതൊക്കെ. സോ യെസ്, ലെറ്റ്സ് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ സ്റ്റാൻഡിങ് അപ്പ് ഫോർ അവർ സെൽഫ്. സോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഗൈസ്, ഇതെല്ലാം കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് ഞാനിങ്ങനെ വരുന്ന വഴിയിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ വളരെ സന്തോഷമായിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരിക്കും ഇനി അത് വരുന്നത്. അപ്പം എനിക്കത് ഷെയർ ചെയ്യണം, എനിക്ക് അത് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നൊരു മെമ്മറി ആയിട്ട് അത് ഇവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്യണം. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി നാട്ടിൽ ലാൻഡ് ചെയ്ത് നാളത്തെ ഡേ തുടങ്ങുമ്പോൾ വീഡിയോ കാണിക്കാം. ഇത്രയും നേരം നിങ്ങളുടെ മുന്നിൽ കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഷേക്ക് ഷാക്കിൽ വന്നിട്ട് ചെറിയൊരു ചിക്കൻ ബൈറ്റ്സിൻ്റെ ചെറിയ കുഞ്ഞു നുണുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വിത്ത് ആൻ ഓറഞ്ച് ജ്യൂസ് വാങ്ങാൻ തോന്നി. അപ്പോൾ പിന്നെ വെച്ച് ഇതും കൂടെ കഴിക്കാമെന്നൊരു സ്നാക്ക് പോലെ അൺടിൽ ഐ ഈറ്റ് മൈ ഡിന്നർ ഇൻ ദ ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി നാളെ നാട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നാട്ടിൽ വെച്ച് ക്ലീശയാക്കി ഇങ്ങനെ നാട്ടിൽ പോയി ഇങ്ങനെയുള്ള ആൾക്കാർ ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. നാട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം. നാളെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഫസ്റ്റ് ഡേ വന്നിറങ്ങുമ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോവാണ് ഞാൻ നാളെ തന്നെ. അപ്പോൾ ആ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നാളെ കാണാം നമുക്ക്. ഓക്കെ ബൈ. വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സത്യം പറഞ്ഞാൽ വയ്യ, ഭയങ്കര ടയേർഡാ. കൂടെ വന്നാളും ഭയങ്കര ടയേർഡാ. ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു സാരി എടുത്തു. എന്തിനാ സാരി എടുത്ത അത് പയ്യെ അറിയിക്കാം. അങ്ങനെ ഒരു സാരി എടുത്തു, മുണ്ടെടുത്തു, ഷർട്ട് കിട്ടിയില്ല, അങ്ങനെയൊന്നും നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയില്ല അപ്പൂസിനെ ഇടാനായിട്ട്. ഇനി നമ്മളൊരു ഫുഡ് തപ്പി നടക്കുക. അപ്പൊ പങ്കായം അല്ല ഞാൻ പറഞ്ഞ എന്തോ പാളയം എന്നാണ്. പങ്കായം എന്ന് പറഞ്ഞിട്ട് വേണ്ടതൊരു റെസ്റ്റോറൻറ്റിന്റെ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ടപ്പം അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ടയർഡാ. രാവിലെ എത്തി. ബാഗ് കിട്ടാൻ കുറേ സമയം എടുത്തു. ബാഗ് കിട്ടി, വന്ന് ഇറങ്ങി, റൂമിലെത്തി, ജസ്റ്റ് എല്ലായിടത്തും സംസാരിച്ച് കിടന്നപ്പോ തന്നെ എന്റെ വ്ളോഗ് ഒന്നും എവിടെ എത്താത്തത് ഇങ്ങനത്തെ അവിഞ്ഞ റിയാക്ഷൻസും അളിഞ്ഞ സംസാരങ്ങളും കാരണമാണ് എന്റെ വ്ളോഗൊന്നും എവിടെ എത്താത്തത്. നമ്മുടെ കൂടെ ഉള്ളവർ കണ്ടിട്ടില്ലേ ചിലവരുടെ വ്ളോഗ്സിൽ അവർ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരും ആവട്ടെ അവരുടെ കൂടെ ഉള്ളവർ അതേപോലെ എന്താ പറയാ റിയാക്ട് ചെയ്യുക, സംസാരിക്കുക. പക്ഷെ ഇവിടെ ഒരാൾ തന്നെ ഇങ്ങനെ അവിഞ്ഞ ആണ് എന്നോട് റിയാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും. നിങ്ങൾ എന്റെ പഴയ വ്ളോഗ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം ഇങ്ങനെയാ സംസാരിക്കുന്നത്. ഒന്നും പറയാനില്ല, ഒന്നുമില്ല. നിന്റെ അവിഞ്ഞ സംസാരത്തിനെ കുറിച്ച് നിനക്ക് എന്താണ് അപ്പൊ പറയാനുള്ളത്? അപ്പുറത്തിരിക്കുന്ന ബൈക്കിലിരിക്കുന്ന പുള്ളിക്കാരിക്ക് ചിരി വരുന്നു. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ കാണുള്ളൂ എന്നെ എന്നിട്ട് നോക്കി ചിരിച്ചു. എന്തോ ചിരിക്കുന്നു. ആ പുള്ളിക്കാരി വിചാരിക്കുക എന്തൊരു അവിഞ്ഞ അവസ്ഥയിൽ ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നതിനായിരിക്കും ആ പുള്ളിക്കാരി വിചാരിക്കുന്നത്. ആ പുള്ളിക്കാരി വരെ എനിക്ക് നല്ല റിയാക്ഷൻ തന്നിപ്പോ. പക്ഷേ ഇവിടെ വന്നിട്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ട് എങ്ങനെ കീഷിൽ വരാതെ പോന്നല്ലടാ. അങ്ങനെ ഇവിടെ ഇവരുടെ പുതിയ കളക്ഷൻസ് പുതിയതല്ലേ, ഫ്രഷ് കളക്ഷൻസ് മിക്സ് ആണ്. കറക്റ്റാ കൊള്ളാ. ഒന്നുമില്ല. എനിക്ക് മറ്റേതും കൂടെ കാണിക്കണം. ഒരു ആക്ച്വലി കേട്ടോ ഇൻസൈഡ് എനിക്ക് അങ്ങനെ ആ ഒരു
നമ്മൾ ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇടുമ്പോ നമ്മളൊരു മൂവ്മെന്റ് ചെയ്യുമ്പോ നമുക്കൊരു ഫീൽ വരത്തില്ല ഇവിടെ ഇപ്പൊ ടൈറ്റ് ആകും. ടൈറ്റ് ആകും ചെയ്തിരിക്കുന്നത്. ഇതൊരു ബോൺ ടോളൻസിന്റെ എനിക്ക് ഇഷ്ടമുള്ള കാണുന്നതിനെക്കാളും ഇടുമ്പോ ഇത് ഭയങ്കര ഇത് സെയിം ഒരു സുഖമുള്ളൊരു ലുക്കാണ്. പിന്നെ അതിന്റെ തന്നെ വേറെ ഉള്ളതാണ് സെയിം സ്റ്റൈല്. 5-6 ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് സോൾഡ് ഔട്ട് ആയി. ഇതൊക്കെയാണ് ഞങ്ങള് കൊറേ ഉടുപ്പിന്റെ കഥകളും പറഞ്ഞ് ക്ഷീണിച്ച് വ്ളോഗ് ക്ഷീണിച്ചതാണ്ട് കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേടാ. പക്ഷെ നല്ല കൊറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് എനർജിയോടെ പറയണമെന്നുണ്ട്, പക്ഷെ പക്ഷെ കൊറേ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങള് രണ്ടുപേരുടെ അവസ്ഥ അതെ, ഉറക്കമൊക്കെ പോയിരിക്കുക. ഇനി ഉറങ്ങണം. മുഖമൊക്കെ സ്കിന്നൊക്കെ എന്തോ പോലെ ഇരിക്കുക. അങ്ങനെ എനിക്ക് ഉടുപ്പ് തന്ന അവിടുത്തെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ആക്ച്വലി ഇന്ന് എനിക്ക് റിസപ്ഷനും ഒക്കെ ഈ ഒരു ഫംഗ്ഷൻ എൻ്റെ റിസപ്ഷനൊക്കെ ഇടാൻ വേണ്ടി ഉടുപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഒത്തില്ല. ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ഉറക്കക്ഷീണം. ഞാൻ വന്നിട്ട് ദാണ്ട് കുളിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തോട്ട് പോകും. ഇന്ന് പോകാമെന്നായിരുന്നു പ്ലാൻ, പക്ഷേ ഫ്രണ്ടൊക്കെ ഇങ്ങോട്ട് ഇപ്പോൾ വരും കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു, ആകാശിനെയൊക്കെ കണ്ട് പയ്യെ നമ്മൾ തിരിക്കുന്നുള്ളൂ നാളെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള ഡെയിലി വിശേഷങ്ങളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരാം. തല വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര ടയേർഡായിട്ട് തല വർക്ക് ചെയ്യുന്നില്ല. എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഫുള്ള് ഞാൻ ഇടങ്ങേറായിരുന്നു. വെറുതെ ബഹളം വയ്ക്കുക, വെറുതെ. അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ടയേർഡാണ്. എല്ലാവരും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞത് ഈ ടയേർഡാണ്, നീ മിണ്ടാതെ എവിടെ കിടന്ന് ഉറങ്ങും എന്ന് പറഞ്ഞു. ആക്ച്വലി ആണ് പ്രോപ്പർ റെസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ആ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോർ കാണിച്ചില്ലേ, കീഷ് സ്റ്റോറിൻ്റെ അവരുടെ വീട്ടിലാണ് നമ്മൾ. നമ്മുടെ കോളേജ് ഫ്രണ്ട്സാണ്. കോളേജ് ടൈമിൽ നമ്മൾ അങ്ങനെ കമ്പനി ആയിട്ടില്ലെങ്കിലും പിന്നീട് വന്ന ഒരു വളരെ സ്പെഷ്യൽ കണക്ഷനും വളരെ സ്പെഷ്യൽ ബോണ്ടാണ് ഇവരുടെ അടുത്ത്. അപ്പം ഇന്ന് ഇവരുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പോൾ ബാക്കി കുറേ വിശേഷങ്ങളുമായിട്ട് നാളെയും വരാം. നാളെയും നടക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഇങ്ങനെ ഡെയിലി കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഡെയിലി വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. ഡെയിലി വ്ളോഗ്സ് എന്തായാലും ഇടുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നടന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് പറയാനോ കാണിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സാരി വാങ്ങാൻ പോയപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും കാണിച്ചില്ല. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് സാരി എടുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു. ലൈക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. വന്ന് സാരി എടുക്കുക ഇറങ്ങാം, ആ സീനായിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കണം. പിന്നെ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.